ഈ വർഷം ആഗസ്റ്റോട് കൂടി ഗോൾഫ് GTI ഇന്ത്യയിലേക്ക് വരികയാണ്. വോക്സ് വാഗൺ കമ്പനി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. CB യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് പുറത്ത് വയ്ക്കുന്ന ആ ഒരു എക്സാക്ട്ലി സെയിം സാധനം തന്നെയായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ 245 PS പവറും 370 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 0 to 100 5.9 സെക്കൻഡ് ആണ്. ഇവിടെ ഇന്ത്യയിൽ ഇതിന്റെ മുന്നേ അവരുടെ ഒരു ഹോട്ട് ഹാച്ച് ആയിട്ടുള്ള പോളോ GTI ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ വന്ന് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് വാങ്ങി, അങ്ങനെ അതുപോലെ വന്ന വഴി തന്നെ അവർ തിരിച്ചു പോയി. അതാണ് ഉണ്ടായത്. ഇപ്പം ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരുമ്പം ഏകദേശം 40 ലക്ഷത്തിൻ്റെ മുകളിൽ പ്രൈസ് റേഞ്ച് വരുമെന്നാണ് അറിയാൻ പറ്റിയത്. പോളോ GTIയുടെ ഒരു എൽഡർ സിസ്റ്ററായി വരും ഗോൾഫ് GTI. പവർ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ബ്യൂട്ടി കൊണ്ടും. ഏതായാലും ആകെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാഹനം ഗോൾഫ് GTI ജസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമായി മാറാതെ, അതുപോലെ പോളോ GTI വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്ട് അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നല്ലപോലെ അങ്ങ് ഇറങ്ങിയ റോഡിലൊക്കെ ഒന്ന് കാണാൻ പറ്റട്ടെ എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗോൾഫ് GTIയെ പറ്റി? അതുപോലെ ഗോൾഫ് GTI വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇവിടെ കമൻ്റ് ആയിട്ട് അറിയിക്കൂ.